30-40% സ്ഥലങ്ങളിൽ ഒഴിച്ച് ഒരിടത്തും എഡ്യൂക്കേഷൻ ഈക്വൽ ആയിട്ടില്ല. അത് മതത്തിൽ അധിഷ്ഠിതമാണ്, ജാതീയതയിൽ അധിഷ്ഠിതമാണ്, വർഗീയ സംഘടനകളിൽ അധിഷ്ഠിതമാണ്, മറ്റ് പല മേഖലകളിൽ അധിഷ്ഠിതമാണ്. ഇനി ഞാൻ ഈ പറയുന്നത് തെറ്റാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കാന്നുള്ളതാണ്. ഇപ്പോഴത്തെ സാഹചര്യമാണ് പറയുന്നത്. ഇത് നമ്മൾ മാറ്റണോ വേണ്ടേ എന്നാണ് നിങ്ങൾ ചിന്തിക്കേണ്ടത്. 51 വയസ്സായ ഞാൻ ഇപ്പോഴും പറയുന്നു മാറ്റണം. മാറ്റണം എന്ന് പറഞ്ഞാൽ എങ്ങനെ മാറ്റണം? നമ്മളെ ഇന്ത്യയുടെ വികസനത്തിന് അടിസ്ഥാനമിടണമെങ്കിൽ ഇനിയും അടിസ്ഥാനം ഉണ്ടാക്കിയിട്ടിരിക്കുന്നു. കാരണം ഇപ്പൊ നമ്മൾ വീണ്ടും 100-200 വർഷം പിന്നിലോട്ട് പോയി. അടിസ്ഥാനം ഉണ്ടാക്കണമെങ്കിൽ നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായം ജാതി മത വർഗ വർണ്ണ വിവേചനമില്ലാതെ എല്ലാ സ്കൂളുകളിലും അടിസ്ഥാന സൗകര്യം ഒതുക്കി സയന്റിഫിക്കൽ ടെമ്പറോടുകൂടി കുട്ടികൾക്ക് വിദ്യാഭ്യാസം ചെയ്യാൻ നമ്മുടെ വരുമാനത്തിന്റെ GDP-യുടെ 10% മാറ്റിവെക്കണം. 10% മാറ്റിവെക്കണം. 20-25-30% നമ്മുടെ ഡിഫൻസിൽ. ബാക്കി വെച്ചിട്ട് വേണം ഇവിടെ സാലറിയും കാര്യങ്ങളൊക്കെ കൊടുക്കാനും റോഡ് ഡെവലപ്പ് ചെയ്യാനും മറ്റെല്ലാം ചെയ്യാൻ. ഇപ്പൊ എന്താണ് ചെയ്യണമെന്നൊന്നും ഞാൻ പറയുന്നില്ല, അതിനെക്കുറിച്ച് എനിക്ക് താല്പര്യമില്ല. അങ്ങനെ അല്ല എങ്കിൽ ഇനിയും ഇപ്പോ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഇരട്ടി സംഭവിക്കും. അത് സംഭവിച്ചാൽ ഭരണാധികാരികൾക്ക് ആർക്കും ഒരു നഷ്ടവുമില്ല. നമ്മൾ ഏതെങ്കിലും ഒരു ഭരണാധികാരിയുടെ കുട്ടികൾ വേണ്ട, ഇപ്പോഴത്തെ ഒരു ടീറ്റൻസിൽ അവരുടെ വീട്ടിലെ പട്ടികൾ സാധാരണ ഒരു കുട്ടിയുടെ ജീവിതത്തിനേക്കാളും 1000 മടങ്ങ് എന്തുകൊണ്ട് രാജകീയ ജീവിതമാണ് പട്ടി പോലും ജീവിക്കുന്നത്. അപ്പൊ നമ്മൾ എത്ര നികൃഷ്ടരായി ജീവിക്കുന്നുവെന്ന് പ്രിയ പ്രേക്ഷകർ മനസ്സിലാക്കണം. അതിനൊരു മാറ്റം കൊണ്ടുവരണം. 50 വയസ്സ് കഴിഞ്ഞ് 51-ാമത്തെ വയസ്സിലിരുന്നുകൊണ്ട് ഞാൻ ഇത്രയും ധൈര്യമായിട്ട് ബ്ലോഗ് ചെയ്യുന്നുവെങ്കിൽ, ഇത്രയും ധൈര്യമായിട്ട് നിങ്ങളുടെ അടുത്ത് പറയുന്നുവെങ്കിൽ, നിങ്ങളുടെ അടുത്ത് ഞാൻ ശബ്ദിക്കുന്നുവെങ്കിൽ, ആ മാറ്റം ഉണ്ടാക്കേണ്ടത് നിങ്ങളാണ്. എനിക്ക് ആരോഗ്യമില്ല, 50 വയസ്സ് കഴിഞ്ഞു, ഒരുപാട് സാമ്പത്തിക പ്രതിസന്ധികളുണ്ട്, മറ്റെല്ലാം ബേസ് ചെയ്യണം. ഇതെല്ലാം ക്രോസ് ചെയ്തുകൊണ്ട് എനിക്കിനി എന്റെ ബാല്യകാലത്തുള്ള ഒരു എനർജിയോടെ എനിക്ക് നിങ്ങളോട് യുദ്ധം ചെയ്യാൻ പറ്റില്ല. പക്ഷെ എങ്കിലും ഞാൻ നിങ്ങൾക്കൊപ്പമുണ്ട്. കാരണം ഞാനിപ്പോഴും സംസാരിക്കുന്നത് എന്റെ രാജ്യത്തിന് വേണ്ടിയാണ്. എന്റെ രാജ്യത്തിലെ 150 കോടി മനുഷ്യർക്ക് വേണ്ടിയാണ്. അതിൽ 65 കോടി വരുന്ന കർഷക ജനത്തിന് വേണ്ടിയാണ്. എന്താണ് കർഷകർ? കർഷകർ ദൈവമാണ്. ആ ദൈവത്തിന്റെ മക്കളെ നമുക്ക് പ്രൊട്ടക്ട് ചെയ്യേണ്ടതുണ്ട്. അവരെവിടെയെങ്കിലും